സൂചിപ്പാറ മേഖലയിലെ തിരച്ചിലിന് പരിശീലനം ലഭിച്ച ആളുകളെ മാത്രം നിയോഗിക്കുക എന്നുള്ളതാണ് അധികൃതരുടെ നിലപാട്. CK വിജയൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. വിജയൻ, ഈ DNA പരിശോധനാ ഫലം എപ്പോഴത്തേക്ക് ലഭിക്കും എന്നാണ് അറിയുന്നത്? എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? DNA പരിശോധനയുടെ പ്രാഥമിക ഫലം ഔദ്യോഗികമായി തന്നെ ഇവരുടെ കയ്യിലേക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പിലേക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഒത്തുനോക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 71 പേരുടെ ഫലം ലഭിച്ചു എന്നാണ് 71 സാമ്പിളുകളുടെ ഫലം ലഭിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അത് നിലവിൽ ക്യാമ്പുകളിലും മറ്റും കഴിയുന്ന ആൾക്കാരിൽ നിന്നും ശേഖരിച്ച സാമ്പിളുമായി ഒത്തുനോക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അത്തരത്തിൽ അതിൻ്റെ കൃത്യത പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇത് ഇന്നയാളുടേതാണ് എന്ന് പറയാൻ വേണ്ടി കഴിയൂ. ക്യാമ്പുകളിൽ കഴിയുന്ന ബന്ധുക്കളുടെ സാമ്പിളുകൾ ആദ്യ ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ശേഖരിക്കാൻ തുടങ്ങിയിരുന്നു. ഇങ്ങനെ ശേഖരിച്ചതും അതോടൊപ്പം തന്നെ പലപ്പോഴായി കണ്ടുകിട്ടിയത്, പലയിടങ്ങളിൽ നിന്നായി കണ്ടുകിട്ടിയത് പൂർണ്ണമായ മൃതദേഹമായിരുന്നില്ല, പലതും ശരീരത്തിൻ്റെ ഭാഗമായിരുന്നു. ഈ ശരീരഭാഗത്തിൽ നിന്നും ശേഖരിച്ച DNA-യും ക്യാമ്പുകളിൽ നിന്ന് ശേഖരിച്ച ബന്ധുക്കളുടെ DNA-യും തമ്മിൽ ഒത്തുനോക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ഈ വയനാട് ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ കാര്യമാണ്. കാരണം ഒരുപാട് പേരുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും അത് ആരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഇപ്പോൾ അവിടെയുള്ള ഒരുപാട് പേർ. അതിൽ ഏതെങ്കിലും രീതിയിൽ സ്ഥിരീകരണം ലഭിച്ചു കഴിഞ്ഞാൽ അവർ മരിച്ചു എന്ന് ഉറപ്പാക്കുക, ശാസ്ത്രീയമായി ഉറപ്പാക്കുകയാണ് ഈ DNA പരിശോധന ഫലം വഴി ലക്ഷ്യമിടുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാക്കി തുടർ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ ശാസ്ത്രീയ പരിശോധന ഫലം ഇന്നലെ വൈകിട്ടോടുകൂടി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഒത്തുനോക്കുന്ന പ്രവർത്തനം നടക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. അതായത് ഇത്ര പേരുടെ അവയവം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. എങ്കിൽ കൂടിയും ഇതല്ലാതെ മറ്റൊരു പോം വഴി ശാസ്ത്രീയമായി മുന്നിലില്ല ചില മരണങ്ങൾ സ്ഥിരീകരിക്കാൻ. 130 പേരുടെ മരണമാണ് തിരിച്ചറിയാൻ കഴിയാത്തത് എന്ന പട്ടികയിൽ ഔദ്യോഗികമായി ചേർത്തിരിക്കുന്നത്. അതിൽ ഉൾപ്പെട്ടവരുടെ ഫലങ്ങൾ തന്നെയല്ലേ പുറത്തു വരുന്നത്? ഈ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലുള്ളവരും മറ്റിടങ്ങളിൽ താമസിക്കുന്നവരുടെയും ഒക്കെ DNA ഫലങ്ങൾ, സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറെക്കുറെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ്, അല്ലേ? ആശ്വാസകരം എന്നതിനപ്പുറത്തേക്ക് ഇത് എന്തായാലും മരിച്ചവരെ സ്ഥിരീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് അത് അത്തരത്തിലൊരു കാര്യത്തിലേക്കാണ് ഇത് പോകുന്നത്. ഇന്നയാൾ മരിച്ചു എന്ന്, അതായത് ഒരു മൃതദേഹം കിട്ടിക്കഴിയുമ്പോഴാണ് സ്വാഭാവികമായും ആ മരണം സാങ്കേതികമായി സ്ഥിരീകരിക്കുന്നത്. പക്ഷേ ഈ വയനാട് ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഉള്ള ഏറ്റവും വിഷമകരമായ കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിപ്പോയതാണ്. അതുകൊണ്ട് അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള, ശാസ്ത്രീയമായി അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ കൂടി മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരിശോധനകളും സാമ്പിൾ ശേഖരണവും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ക്യാമ്പുകളിൽ കഴിയുന്ന മുഴുവൻ പേരുടെയും, ഏതാണ്ട് ബന്ധുക്കളുടേതായ ആൾക്കാരുടെ, മുഴുവൻ പേരുടെ എന്നല്ല, ഈ ബന്ധു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുടെ എല്ലാം തന്നെ ഇത്തരത്തിൽ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ലഭിക്കുന്ന മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് ഈ സാമ്പിളുകൾ അയക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ 71 സാമ്പിളുകളുടെ ഫലം വന്നിട്ടുള്ളത്. അത് ഒത്തുനോക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ശരി, CK വിജയനാണ് വിവരങ്ങൾ നൽകിയത്. 71 സാമ്പിളുകൾ, അതുമായി ബന്ധപ്പെട്ട പരിശോധനാ ഫലം ഇന്ന് പുറത്തു വരികയാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ് പുത്തുമലയിൽ തയ്യാറാക്കിയ പൊതു ശ്മശാനം. അവിടെ അടക്കം ചെയ്തിരിക്കുന്ന ശരീരഭാഗങ്ങളെയെല്ലാം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചൂരൽമലയിൽ നിന്ന് കിട്ടിയ മൃതദേഹങ്ങൾക്ക് അങ്ങനെ, മുണ്ടക്കയിൽ നിന്ന് കിട്ടിയത് അങ്ങനെ ആ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് DNA ഫലങ്ങൾ കിട്ടുകയാണ് എങ്കിൽ അവനവൻ്റെ പ്രിയപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിഞ്ഞാലൊന്നും അവിടെ പോയി അവർക്ക് ഒരു അന്തിമോപചാരം അർപ്പിക്കാനുള്ളൊരു സാഹചര്യം കൂടി തെളിയുകയാണ് എന്നുള്ളത് ബന്ധുക്കൾക്കൊക്കെ വലിയ തോതിൽ ആശ്വാസകരമാകുന്ന ഒന്നാണ്. മരണം എന്ന് പറയുന്നത് അവരേറെക്കുറെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്നിരുന്നാലും എങ്ങനെയാണോ ആചാരപരമായി യാത്ര അയക്കേണ്ടത് അങ്ങനെ കഴിയാതെ പോയതിൻ്റെ വേദനയുള്ള മനുഷ്യരാണ്. പ്രിയപ്പെട്ടവരെ അങ്ങനെയാണല്ലോ നമ്മൾ യാത്ര അയക്കാറ്. അപ്പോൾ സ്ഥിരീകരിക്കുകയാണെങ്കിൽ അതിന് സാധ്യമാകുന്ന ഒരു വഴി അവരുടെ മുന്നിലേക്ക് തെളിയുക കൂടിയാണ്.